മമ്മൂട്ടിയോ വല്ലോ ആയിരുന്നുവെങ്കിൽ നമുക്കങ്ങ് പൊളിക്കായിരുന്നു അല്ലേ? അതായത് നമ്മുടെ മമ്മൂക്കയുടെ സെറ്റിലോ മറ്റോ നടന്നൊരു സംഭവമായിരുന്നുവെങ്കിൽ മമ്മൂക്കയുടെ കോളർ അങ്ങ് നമുക്ക് പിടിക്കാമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ മമ്മൂക്കയെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് റോസ്റ്റ് ചെയ്യാമായിരുന്നു. അതാണല്ലോ രസം. കാരണം കൊമ്പത്ത് കയറി പിടിച്ചാലല്ലേ അതിനൊരു എന്താ പറയുന്നത്, ഒരു വലിയ പ്രശസ്തിയും വലിയ പെരുമയും ലഭിക്കത്തുള്ളൂ. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാര് ഏതെങ്കിലും രീതിയിൽ ചൂഷണത്തിന് ഇരയാക്കപ്പെട്ട് കഴിഞ്ഞാൽ നിശബ്ദത പാലിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനാവില്ലല്ലോ. അതാണ് ഇപ്പോൾ WCCയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥ. സിനിമാ മേഖലയും അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില ചൂഷണാത്മകമായിട്ടുള്ള നിലപാടുകളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം കേൾക്കുക. പറഞ്ഞു വരുന്നത്, ഒരു നടി കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരനുഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അവര് സെറ്റിൽ അനുഭവിച്ച ഒരു ചൂഷണാത്മകമായിട്ടുള്ള നിലപാടിനെ കുറിച്ച് വ്യക്തവും സുതാര്യവുമായിട്ടുള്ള രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ WCC ഒരു നിലപാടും പറയാതെ മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ നടി പറയുന്ന കാര്യങ്ങളിലേക്ക് പോകാം. ഇവർക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളതൊക്കെ കുറച്ച് ആളുകൾക്കൊക്കെ അറിയാം, എങ്കിലും വിശദമായിട്ട് പറയാം. ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞു, ഇല്ല സാർ, അതൊരു സിനിമയുടെ സീനാണ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ന് വിളിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ വിളിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ ഇഷ്യൂ വരുന്നത്. എന്നെ ഈ സംഘടനയിൽ നിന്ന് ഇതുവരെ ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ എങ്ങാണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം എനിക്കറിയാം ഞാനൊരു വലിയ ആർട്ടിസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഞാനൊരു സാധാരണ ആർട്ടിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഒരു അണ്ടർ റേറ്റഡ് ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാനും ഈ ഒരു കുടുംബത്തിലെ അംഗമല്ലേ. ഞാനും 10 വർഷമായിട്ട് സിനിമയുടെ ഒരു ഭാഗമാണ്. ഞാനും കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ എണ്ണം പറയണ ഒരു 10-30 പടം ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ആളുകളെല്ലാം എനിക്ക് അറിയുകയും ചെയ്യാം. ഈ WCCയിലെ അംഗങ്ങളെല്ലാം എനിക്ക് അറിയാം, പരിചയമുള്ള ആളുകളാണ്. എങ്ങനെയാണെങ്കിലും ഇവരിത് അറിഞ്ഞിട്ടില്ല അല്ലെ അറിയാതെ പോയി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നടന്റെ മകളുടെ, അതായത് സുരേഷ് സാറിന്റെ മോളുടെ റിസപ്ഷനിൽ പോയപ്പോൾ ഒത്തിരി പേര് അവിടെ നിന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തെ പറ്റിയിട്ട്. അപ്പം അറിഞ്ഞിട്ടും അത് അവോയ്ഡ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അവർക്ക് റിയാക്ട് ചെയ്യേണ്ടെന്ന് തോന്നിയിട്ടാണോ അവരത് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് കോളുകൾ വന്നു. അവിടുന്ന് കോളുകൾ വന്നു എന്ന് പറഞ്ഞാൽ അതിലുള്ളൊരു ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചു. വേറൊരു ആർട്ടിസ്റ്റ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു, എടാ ഇങ്ങനൊരു ഇഷ്യൂ കണ്ടു, ഞാനത് അറിഞ്ഞിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചു ചോദിച്ചില്ല എന്ന് പറഞ്ഞു. മെമ്പേഴ്സൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ ആ സംഘടന ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പം അത് ആസ് എൻ ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ എനിക്കത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഭയങ്കര സങ്കടമായി. കാരണം നമുക്ക് വേണ്ടി സംസാരിക്കുന്ന സംഘടനയാണ് എന്ന് പറഞ്ഞിട്ട് അവർ അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു സർട്ടൻ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നയൻതാര എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ സിനിമ നെറ്റ്ഫ്ലിക്സ് എടുത്ത് മാറ്റി, അന്നപൂർണി എന്ന് പറഞ്ഞ സിനിമ നെറ്റ്ഫ്ലിക്സ് എടുത്ത് മാറ്റി എന്ന് പറഞ്ഞ് പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞ ആക്ട്രസ് അതിനെതിരെ പ്രതികരിച്ചു. നയൻതാര WCC മെമ്പറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷെ എന്നാൽ കൂടുതൽ അവർ തമിഴിലാണ് ഫോക്കസ് ചെയ്യുന്നതും തമിഴിലാണ് മെയിൻ ലീഡ് ചെയ്യുന്നതും. ഇത് മലയാളത്തിലുള്ള ഒരാളാണ് ഞാൻ. മേ ബി ഞാൻ ആരുമല്ല എന്ന് കരുതിയിട്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇത് ഈ ഇൻസിഡൻസ് അല്ല ഈ 1-2-3 ദിവസങ്ങളിലാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സംഘടന ഇത് ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടും സംഘടന ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. അതായത് ഇപ്പോൾ പൊതുവെ ഈ നടിമാരെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആക്ട് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ നിശ്ചിത സമയം. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ സ്ത്രീകളാകുമ്പോൾ പൊതുവെ അവർക്ക് പല രീതിയിലുള്ള പ്രശ്നമുണ്ട്. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. അതിൽ എടുത്തു പറയേണ്ടത് ഈ പീരീഡ്സിൻ്റെ ടൈം തന്നെയാണ്. ഈ സമയങ്ങളിൽ ടോയ്ലറ്റിൽ പോകാൻ പോലും ഒരു കാരവൻ സംവിധാനം ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അതായത് ഈ മെർലിൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില ഇടങ്ങളിൽ ഹോട്ടൽ അനുവദിച്ചാൽ തന്നെ അവിടെ വ്യക്തമായ ടോയ്ലറ്റ് സംവിധാനം പോലും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു വലിയ ചൂഷണമാണ്. അവരുടെ തൊഴിൽ മേഖലയിൽ അവർ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ് അതൊക്കെ. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. അതിനെക്കുറിച്ചിട്ട് ഇവർ ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. പറഞ്ഞ പോലെ ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് സംസാരിക്കുകയാണെന്നുള്ളതുകൊണ്ടല്ല, ഇത് ഫെമിനിസ്റ്റ് അല്ല, ഇതൊരു തരം
ഗതികെട്ട അവസ്ഥയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും സംസാരിക്കേണ്ടി വരുന്നത്. അപ്പം റിപ്പീറ്റഡ്ലി നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് മേടിച്ച് നമ്മളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമയത്ത് സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും ആൾക്കാരില്ല എന്ന് തോന്നുമ്പോൾ എണീറ്റ് പോവല്ലാതെ വേറെ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇന്റർവ്യൂവിലും ഒരു ഇതിലും എനിക്കിങ്ങനെ ഫേക്ക് ചെയ്ത് മടുത്തു. ആസ് എ പേഴ്സൺ എനിക്കിങ്ങനെ ഞാൻ ഭയങ്കര ബോൾഡാണ് എന്നുള്ളത് ഫേക്ക് ചെയ്ത് എനിക്ക് മടുത്തു. ഞാൻ അത്ര ബോൾഡൊന്നുമല്ല, ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. ഞാൻ എൻ്റെ വീട്ടിലുള്ള ആളുകളുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തോ ഒരു ധൈര്യം കൊണ്ടാണ് ഞാൻ സർവൈവ് ചെയ്ത് പോകുന്നത്. ആൾക്കാർ എൻ്റെ അടുത്ത് മോശമായിട്ട് പോലും സംസാരിക്കരുത്, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു അപ്രോച്ച് വരാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു പേഴ്സണാലിറ്റിയിലാണ് ഞാൻ പോകുന്നത്. അതൊരുമായിട്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കാരണം ഷൈൻ ടോമുമായിട്ടുള്ള ഒരു അഭിമുഖത്തിനിടെ, ഷൈൻ ടോമും ഇവരും അടങ്ങുന്ന ഒരു സിനിമയുടെ അഭിമുഖത്തിനിടയിൽ ഇവർ ഈ സംഭവങ്ങൾ, ഈ സെറ്റിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച്, അവിടെ അനുഭവിക്കുന്ന യാതനകളെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിലുള്ള ഒരു ആക്ട്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഫെസിലിറ്റി ഒന്നും കൊടുക്കണമെന്നില്ല. പക്ഷേ അവർക്ക് പ്രാഥമിക ഘട്ടത്തിൽ, അവരൊരു സ്ത്രീയാണ്, അവർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകും, അവർ ഈ പറയപ്പെടുന്നത് പോലെ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കാതെ, അത് ചോദിച്ചാൽ തന്നെ അത് ചോദിക്കാൻ നീ ആര് എന്നൊക്കെ ചോദിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങൾ ഒരു ചാനൽ ചർച്ചയിൽ പറയുമ്പോൾ ഷൈൻ ടോം ചാക്കോ അവിടെ വെച്ചൊരു തർക്കം ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പക്ക 100% അത് ക്ലിയറായിട്ട് അത് ജെനുവിനാണെന്ന് അവർ വ്യക്തമാക്കി തരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഒരു നടിക്കുണ്ടായിട്ട് പോലും അത്തരം കാര്യങ്ങൾ പരസ്യമായിട്ട് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടൊരു വീഡിയോ ആണ്. പൊതുവെ ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് എത്തിക്കൊള്ളണമെന്നില്ല, സിനിമാ മേഖലയിൽ എല്ലാ ആളുകളുടെ അടുത്തും എത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഇതുവരെ അവർ പ്രതികരിച്ചിട്ടില്ല. മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി കസബ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു പോലീസ് വേഷം അണിഞ്ഞിട്ടുള്ള ഒരു തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകയായിട്ടുള്ള ഓഫീസറോട് ആ സിനിമയിൽ അപമര്യാദയായി പെരുമാറി എന്നുള്ളതിൻ്റെ പേരിൽ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ പേരിൽ കേരളം കത്തിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയിട്ടുള്ള WCC അംഗങ്ങൾ ആരും, ഒരു നടി ഇത്രയും പരസ്യമായിട്ട് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് തുറന്ന് പറഞ്ഞിട്ട് അത് വിളിക്കാൻ അല്ലെങ്കിൽ അത് അന്വേഷിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇപ്പം നയൻതാരയുടെ ഒരു കേസ് വന്നപ്പോൾ അവരെടുത്ത്, ആ കൊമ്പാണല്ലോ, മുകളിലുള്ള ഒരു കൊമ്പാണല്ലോ, അത് പിടിച്ചു കഴിഞ്ഞാൽ കൊള്ളാം എന്നുള്ള ധാരണയിലായിരിക്കാം. എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ WCC ഒക്കെ ഇടപെടേണ്ടത് ഇവർക്ക് വേണ്ടിയില്ല. നയൻതാരക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ ഇടപെടേണ്ടതെന്നൊന്നല്ല പറയുന്നത്. അവർക്ക് നിങ്ങൾ ഇടപെട്ടില്ലെങ്കിലും അതിൽ ഇടപെടാൻ പറ്റുന്ന പല സ്രോതസ്സുകളുമുണ്ട്. പക്ഷെ മെർലിനെ പോലെയുള്ള മിഡിൽ ലെവലിൽ പോകുന്ന ആക്ട്രസ് അല്ലെങ്കിൽ നടിമാരെ, അവരെയാണ് നിങ്ങൾ ആദ്യം പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൊമ്പിൽ കയറി പിടിച്ചാൽ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ, അതിന് പബ്ലിസിറ്റി കിട്ടത്തുള്ളൂ എന്നുള്ള ധാരണ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മെർലിൻ നിങ്ങളെ ചോദ്യം ചെയ്തതുപോലെ കേരളത്തിലെ വളർന്നു വരുന്ന എല്ലാ അഭിനേത്രികളും നിങ്ങളെ ചോദ്യം ചെയ്തിട്ട് രംഗത്ത് വരും. അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യും, നിങ്ങളെ വല്ലാത്ത രീതിയിൽ അത് അസ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല ആളുകളും ഈ ഫെമിനിസ്റ്റ് ആണെന്നും അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദികളാണെന്നും പറഞ്ഞു വരുന്ന പല ആളുകളും അവർ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അതിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറയുന്നത് പാർവതിക്ക് പബ്ലിസിറ്റി വേണം, രേവതിക്ക് പബ്ലിസിറ്റി വേണം എന്നുള്ളതൊന്നുമല്ല. മറിച്ച് ഏതൊരവസ്ഥ വന്നു കഴിഞ്ഞാലും കൊമ്പത്തുള്ള ആളുകളുടെ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെർലിന് എല്ലാവിധ പിന്തുണയും ഞാൻ കൊടുക്കുകയാണ്. മെർലിൻ ആ കാര്യങ്ങൾ തുറന്നു പറയാൻ കാണിച്ച ധീരതയ്ക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുകയാണ്. ഇവരനുഭവിച്ചിട്ടുള്ള ഈ അവസ്ഥകളെ കൃത്യമായി കണ്ടുകൊണ്ട് സിനിമാ ലോകം കൃത്യമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.